ഹായ് ഹലോ നിവേദ്യാസ് ക്രിയേഷൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോകാനായിട്ട് ഇന്ന് തെക്കൻ കുരിശുമല കാണാൻ പോവുകയാണ്. എന്നും വിചാരിക്കും കാറിലിരുന്ന് വീഡിയോ എടുക്കണ്ടെന്ന്, പക്ഷേ ആ കറക്റ്റ് സമയം അത് മറന്നു പോകും. കാർ കയറിയതിനു ശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ അതാ മലയിലേക്ക് യാത്ര പോകുക. ഈ പോകുന്ന വഴിക്കൊക്കെ അതാ ദൂരത്തായി മലകൾ കാണാം. കുരിശുമല, പന്നിമല, കാളിമല, പുരവിമല, അമ്പൂർത്തിമല, അങ്ങനെ മലകളുടെ പൂരമാണ് കേട്ടോ. ഇങ്ങോട്ട് ഒരുപാട് മലകളുണ്ട്. അങ്ങനെ നമ്മൾ അവസാനം കുരിശുമലയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മലയിലേക്ക് കയറുന്ന എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഇതുവഴി കയറി അതിൻ്റെ സൈഡിലായിട്ട് നിന്നിട്ട് ഓപ്പോസിറ്റ് നമ്മൾ റോഡിൽ നിന്ന് വരുമ്പോൾ കാണുന്നതാണ് കേട്ടോ. അവിടെ ഒരു വലിയൊരു പാറയുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒരു കുരിശടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളിപ്പോൾ കയറുന്നില്ല, ഇറങ്ങി വരുമ്പോൾ കയറാമെന്ന് കരുതി. പിന്നെ നമ്മൾ ഇവിടെ തന്നെ പ്രെയർ ഹാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ മല കയറാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ നമ്മളിങ്ങനെ മല കയറി തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായിട്ട് കയറാനൊന്നും പറ്റത്തില്ല, എന്നാലും ഒരു ഒന്നാം കുരിശ് വരെയെങ്കിലും പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ശ്വാസം കിട്ടൂല. ഒന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ അവസ്ഥ ഇതാണ്, ശ്വാസം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ ഞാനത് നിർത്തി. ആ ദൗത്യം ഞാൻ അവസാനിപ്പിച്ച് താഴേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ കുത്തനെ ഇറക്കമാണ്. മുകളിലേക്ക് കയറ്റം കയറി ശ്വാസം കിട്ടാതായി കേട്ടോ. ഇത്രയും മുകളിൽ എങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി. എന്നാലും കുറച്ചായിട്ട് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിള്ളേർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വന്നപ്പോൾ ഇവിടെയൊക്കെ ലൈറ്റായിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ അതിൻ്റെ സൈഡിൽ ഒരു സംഗമവേദിയെ കൊണ്ട് കേട്ടോ അവിടെ കയറി ഒരു മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതങ്ങ് സാധിച്ചു കേട്ടോ. മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതങ്ങ് നടത്തിക്കളയാമെന്ന് കരുതിയിട്ട് കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് ആണ് അടുത്ത് മെഴുകുതിരി കത്തിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിലാണ് മുകളിലെ മലയിലെ കുരിശ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇതുവരെ അതിൻ്റെ മുകളിലോട്ട് കയറിയിട്ടില്ല. അതിനുള്ള ആരോഗ്യം എനിക്കില്ല കേട്ടോ. പകുതി കയറുമ്പോൾ തന്നെ ശ്വാസം മുട്ടലും നെഞ്ച് പടപടാന്നിരിക്കും. പകുതിയല്ല, കുറച്ച് ദൂരം കയറുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ ആ ഒരു അംഗത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല. ഒരിക്കലെങ്കിലും കയറണമെന്ന് ഭയങ്കര ആഗ്രഹം. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നെയ്യാർ ഡാം, ചിറ്റാർ ഡാം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായി വരുന്നത് കാളിമലയാണ്. ഒരു സൈഡിൽ കുരിശുമല, മറ്റൊരു ഭാഗത്ത് കാളിമല. കുരിശുമല ഇപ്പോൾ മെയിനായിട്ട് ഈ ഈസ്റ്റർ സമയത്താണ്, പെസഹ വേഴം, ദുഃഖവെള്ളിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങി വന്നതാ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫ്ലേവർ ഏതാ? ഞങ്ങൾക്ക് ബട്ടർ സ്കോച്ചാണ് കേട്ടോ ഒരുപാട് ഇഷ്ടം. പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് കണ്ടില്ലേ ആ ഒരു പാറയുടെ മുകളിലുള്ള കുരിശുമലയല്ല, കുരിശടി, അവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. അവിടെ അന്നൊന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ താഴത്തുള്ളത്. അതൊരു വലിയ പാറയാണ്. പാറയിലാണ് ഈ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ട് ആ കുരിശടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അവിടെ നിൽക്കുമ്പോൾ അങ്ങ് മുകളിൽ കണ്ടില്ല ഒരു കുഞ്ഞ് വരിയായിട്ട് കാണുന്നത്, അതിൻ്റെ അങ്ങേ അറ്റമാണ് കുരിശുമലയുടെ എൻഡ് വരുന്നത് കേട്ടോ. മുകളിൽ ആ ലൈറ്റാണ് നമ്മൾ ദൂരത്തുനിന്ന് കാണുന്നത്. അതിൻ്റെ തൊട്ട് ഇടത് വശത്തായിട്ട് കുഞ്ഞായിട്ടൊരു ലൈറ്റ് അവിടെ കാണുന്നുണ്ട്. അതാണ് കാളിമല. അവിടെ അമ്പലമുണ്ട് കേട്ടോ. അത് അവിടെ കുഞ്ഞായിട്ട് കാണില്ലേ, അതാണ് കാളിമല. അവിടെ അമ്പലമുണ്ട്. അപ്പോൾ രണ്ടിടത്തും തീർത്ഥാടനങ്ങൾ മാറി മാറി നടക്കാറുണ്ട്. കാളിമലയിലേക്ക് ജീപ്പ് സർവീസ് മോളറ്റം വരെ പോകാറുണ്ട്. കുരിശുമലയിൽ മോളറ്റം വരെ പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ വഴിയാണ് ഉള്ളത്. ആൾക്കാർ നടന്നാണ് പോകുന്നത്. ഏകദേശം കുറച്ച് ദൂരം 4-ാം കുരിശ് വരെയൊക്കെ വീട് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1-ാം കുരിശ് തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടെന്നറിയോ? എനിക്ക് നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്, ഈ കയറ്റം ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ പിന്നെ കടകളാണ് കേട്ടോ. ഇത് മുഴുവനും അങ്ങേ അറ്റം വരെ കടകളാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലക്കാർ തമിഴ്നാടൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ദേശീയ ഉത്സവ പലഹാരമായി കണക്കാക്കപ്പെടുന്ന വണ്ടിപ്പലഹാരമാണ് ഈ സൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ എൻ്റെ കുട്ടി പട്ടാളങ്ങൾ അടുത്ത് കണ്ട ടോയ്സിൻ്റെയൊക്കെ കടയിലേക്ക് ഞങ്ങളെ വലിച്ചിട്ടുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി വന്ന് നമ്മളും ദേശീയ പലഹാരം വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞതാ നമ്മൾ ഇറങ്ങിയ സമയത്തും രാത്രിയിൽ ആൾക്കാർ മല കയറാനായിട്ട് അതുവഴി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇത് 69ാമത് കുരിശുമല തീർത്ഥാടനമാണ് കേട്ടോ. 69 വർഷങ്ങൾക്ക് മുമ്പ് വിദേശിയായ ഒരു ഫാദർ ഈ മലയുടെ മുകളിൽ സ്ഥാപിച്ച ഒരു കുരിശാണ് കേട്ടോ അതിൻ്റെ മുകളിൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് പിന്നോടിയായിട്ടാണ് പിന്നെ ഇങ്ങനെ വർഷാവർഷം ഇതൊരു തീർത്ഥാടനമായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് വളരെ ഫ്ലോപ്പായിരുന്നേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.